പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിലെ ഈ മീറ്റിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പതിവ് പോലെ എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളും JCNDSD യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന ആശയ സംവാദങ്ങളുടെ വേദിയിൽ ഇന്ന് സമകാലിക ലോക സംഭവങ്ങളെ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് JCNDSD ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മധ്യപൂർവേഷ്യ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട 1948 മെയ് 14 മുതൽ ഇന്നോളമുള്ള യുദ്ധങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ പിറവിയെടുത്ത നാള് മുതൽ ഇസ്രായേൽ ഒരു സംഘർഷ ഭൂമികയിലാണ് ഇതുവരെയും കഴിഞ്ഞു വന്നിരുന്നത്. ഇസ്രായേലിനെതിരെ ഇസ്ലാമിക സ്റ്റേറ്റുകളുടെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ പല ഒരു ഇസ്രായേലിനെതിരെ പോർമുഖം തുറന്നതായി നമുക്ക് ചരിത്രത്തിന്റെ തെളിവുകൾ നമുക്ക് മുമ്പിൽ ധാരാളമായിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രമോ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിവരമല്ല, ഒരു ഡീറ്റെയിൽ അല്ല, മറിച്ച് എല്ലാവർക്കും വിശ്വസനീയമായ സോഴ്സുകളിൽ വിശ്വസനീയമായി തന്നെ വളരെ സെക്കുലറായ നിലയിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധ ചരിത്രങ്ങൾ നമുക്ക് ഈ ഇന്റർനെറ്റിലും അതുപോലെ തന്നെ മറ്റ് അനവധി വീഡിയോകളിലും ചാനലുകളിലും ഒക്കെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അപ്പൊ ഇന്ന് ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് പാനലിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇറാഖിൽ നിന്നും, ഇറാന്റെ തൊട്ടടുത്ത രാഷ്ട്രത്തിൽ നിന്നും ഞങ്ങളുടെ സഹോദരൻ ഗീവർഗീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ് ഉണ്ട്. അതുപോലെ എറണാകുളത്ത് നിന്ന് ബ്രദർ വിൽസൺ ഉണ്ട്. ഞാൻ കോട്ടയത്ത് നിന്നും ബ്രദർ ജോസ് വർഗീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇറാനും ഇസ്രയേലും തമ്മിൽ ഏതാണ്ട് നേരിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് 10-11 ദിവസത്തോളമായി. സോഷ്യൽ മീഡിയയിൽ ഉടനീളം പരിശോധിച്ചാൽ ഇസ്രായേൽ ആരെന്നോ, ഇസ്രായേലിന്റെ അസ്തിത്വം എന്തെന്നോ, ഇസ്രായേൽ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നോ അറിയാതെ ഏകപക്ഷീയമായി ചില ആളുകളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഉള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത്, ഞാൻ ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരൂശലേമിനെ എല്ലാ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചോ സത്യദൈവത്തെ സംബന്ധിച്ചോ ഇസ്രായേലുമായിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ നടന്നു വന്നിട്ടുള്ളതായ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ധാരാളം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ചും യൂട്യൂബ് ചാനലുള്ള പല ആളുകളും അവർക്കൊരു വിഷയം കിട്ടിയാൽ മതി, അതിൽ എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. ഒരു വീഡിയോ ചെയ്യുക, അവരുടെ വീഡിയോയുടെ വ്യൂവേഴ്ഷിപ്പ് കൂട്ടുക, വീഡിയോകളുടെ എണ്ണം കൂട്ടുക, സബ്സ്ക്രിപ്ഷൻ കൂട്ടുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പല ആളുകളും വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയം പരമാവധി അതിനോട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നമുക്ക് ഇന്ന് പല ചാനലുകളും, പ്രത്യേകിച്ച് കാത്തലിക് നേതൃത്വത്തിലുള്ള ഷെക്കേന പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ചാനലുകളുണ്ട്, പെന്റകോസ്റ്റൽ ചാനലുകളുണ്ട്, പിന്നെ ഇസ്ലാമിക പിന്തുണയുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെ ഇസ്രായേലിന്റെ ജനതയോടുള്ള അല്ലെങ്കിൽ മനുഷ്യജീവനെ മാനിക്കാതെ മനുഷ്യർ ജീവൻ എടുക്കുന്ന ഒരു ഭീകര രാഷ്ട്രമെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അതിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം ചാനലുകളുണ്ട്. അപ്പോ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനുമായി തുറന്നിരിക്കുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഈ യുദ്ധങ്ങൾ ആകസ്മികമാണോ അല്ലെങ്കിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ നടക്കുന്ന യുദ്ധങ്ങളാണോ, അതോ ഈ യുദ്ധങ്ങളെ സംബന്ധിച്ച് ലോകത്തിൽ ഏതെങ്കിലും പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രവചന രൂപേണ പ്രവചിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ യുദ്ധങ്ങളുടെ ആത്യന്തികമായ
അന്ത്യം എവിടെ ചെന്ന് അവസാനിക്കും എന്നതിനെ സംബന്ധിച്ചെല്ലാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ഉദ്ദേശം. നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്കറിയാം ഇസ്രായേൽ ഏതാണ്ട് 19 നൂറ്റാണ്ടിലെ പ്രയാണത്തിനും പ്രവാസത്തിനും ശേഷം ഏതാണ്ട് 1900-കളുടെ ആരംഭത്തിൽ തുടങ്ങി സയനിസ്റ്റ് മൂവ്മെന്റ് ഭാഗമായി 1912 മുതൽ അവരുടെ മാതൃഭൂമി മാതൃദേശത്തേക്ക് വില കൊടുത്ത് സ്ഥലം വാങ്ങി വന്നവരാണ് ആദ്യത്തെ ഇസ്രായേലിൽ ഇന്നുള്ള പഴമക്കാരെ നമുക്ക് പറയാം. പിന്നീട് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാനുള്ള മുന്നേറ്റത്തിന് കുടപിടിച്ചത് തിയോഡർ ഹെർസൽ ആണെന്നറിയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സയനിസ്റ്റ് മൂവ്മെന്റ് ലോകത്ത് ആകമാനമുള്ള യഹൂദന്മാരുടെ ഇസ്രായേൽ കുടിയേറ്റത്തിന് വേണ്ടി പ്രയത്നിക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഇസ്രായേൽ ആയിരുന്നപ്പോൾ ബ്രിട്ടീഷിനെ യുദ്ധത്തിൽ സഹായിക്കുക വഴി അവർ പ്രതിഫലമായി തങ്ങൾക്കൊരു മാതൃരാഷ്ട്രം ആവശ്യപ്പെടുകയും അങ്ങനെ 1948 നിരവധി അനവധി ആവശ്യങ്ങളുടെയും എല്ലാം നടുവിൽ UN അടുക്കൽ പല പ്രാവശ്യം കൊടുത്തിട്ടുള്ള നിവേദനങ്ങൾക്കൊടുവിൽ UN വോട്ടിനിട്ട് ജയിച്ച് അങ്ങനെ സംസ്ഥാപിതമായ ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ഇസ്രായേൽ ഭൂമിയുടെ പല ഭാഗത്ത് എവിടെയൊക്കെയോ ജീവിച്ചിരുന്ന ഒരു ജനത ഈ മധ്യപൂർവേഷ്യയിൽ കടന്നു കയറി വന്ന് തന്ത്രപൂർവമായി ആ ദേശം കൈയടക്കി വച്ചിരിക്കുന്നു എന്നാണ് പല മനുഷ്യരുടെയും വിചാരം. എന്നാൽ ദൈവം, ഏക സത്യദൈവമായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരുടെ പ്രമാണപ്രകാരം ഒരു വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിന് കാണിച്ചു കൊടുത്ത് നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഞാൻ ഈ ഭൂമി ശാശ്വത അവകാശമായി തരുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അവന് കൊടുത്ത ആ ദേശത്ത് നിന്നും പല കാരണങ്ങളാൽ, ദൈവനിഷേധത്തിന്റെ പല കാരണങ്ങളാൽ പല കാലങ്ങളിലായി അവരുടെ ദേശം വിട്ട് ചിതറിപ്പാർക്കപ്പെട്ട ജനതയുടെ ഒരു ഒരു മടങ്ങി വരവിന്റെ ചരിത്രമാണ് നമുക്കറിയാം. UN വോട്ടിനിട്ട് പാസ്സാക്കിക്കൊണ്ട് 13-നെതിരെ 31 വോട്ടുകൾക്ക് ഇസ്രായേൽ എന്ന രാഷ്ട്രം യഹൂദന്മാർക്ക് വേണ്ടി ലഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നിർഭാഗ്യവശാൽ പിറ്റേ ദിവസം തന്നെ തൊട്ടടുത്തുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന് സ്വന്തമായി കൃഷി ആയുധങ്ങൾ പോലും ഇല്ലാത്ത ഒരു യുദ്ധമെന്ന് കേൾക്കുമ്പോൾ പോലും പകച്ചു പോകാവുന്ന അന്തരീക്ഷത്തിൽ അവർ ആ യുദ്ധത്തെ ജയിച്ചുവെങ്കിൽ തുടർന്ന് 57-ലും 67-ലെ 6 ദിവസത്തെ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചത് ഇസ്രായേലിനെ മിടുക്കൊണ്ടല്ല, സർവശക്തനായ ദൈവം അവരുടെ കൂടെ നിന്നതുകൊണ്ടാണ്. അവർക്ക് ദൈവം കൊടുത്ത ആ ദേശം അവരെ ദൈവം അനുവദിക്കാതെ അവരെ ആ ദേശത്ത് തുരത്തുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി അതിന്റെ വചനങ്ങളെ ചരിത്രപരമായ പശ്ചാത്തലത്തിലും പ്രവചനപരമായ പശ്ചാത്തലത്തിലും ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിലും പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ കഴിയും, ഇതൊന്നും ആകസ്മികമായി ഉണ്ടായ സംഭവങ്ങളല്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിന്റെ ഭൂമികയിൽ ഇന്നു വരെയുള്ള എല്ലാ സംഭവ വികാസങ്ങളുടെയും ഏടുകൾ തേടി ചെന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ബൈബിൾ പ്രവചനത്തിൽ അവസാനിക്കും. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നമുക്കറിയാം 1967 6 സഖ്യരാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് സംബന്ധിച്ച് നമുക്ക് സങ്കീർത്തനം 83 ദാവീദ് പ്രവചിച്ചിട്ടുണ്ട്. ദാവീദ് പ്രവചിച്ച അതേ വാക്യം ഉരുവിട്ടുകൊണ്ടാണ് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ നാസർ ഒരു കാര്യം പറയുന്നത്, വരുവിൻ നാം ഒരുമിച്ച് ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിരിക്കാതെ വണ്ണം മുടിച്ചു കളയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവർ ആ മൂവ്മെന്റ് ആരംഭിച്ചത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് ആ ഉദ്ധരണി, ആ പ്രവചനം ബൈബിളിൽ എഴുതിയിരുന്നതാണ്. അപ്പം ആ യുദ്ധം പോലും പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചുവെങ്കിലും അവർക്ക് മുടിച്ചു കളയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ 6 ദിവസം കൊണ്ട് യുദ്ധം നിർത്തുവാൻ ഐക്യരാഷ്ട്ര സംഘടനമേൽ സമ്മർദ്ദം ചെലുത്തി ആ യുദ്ധം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അവരോടൊപ്പം യുദ്ധരംഗത്ത് ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. എന്തുകൊണ്ട് അന്ന് ഇറാൻ ഇവിടെ കടന്നു വന്നില്ല എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടങ്ങളിൽ ഇറാൻ എന്നുള്ളത്
ഇസ്രായേലുമായി സൗഹൃദം പങ്കിടുന്ന ഒരു രാഷ്ട്രമായിരുന്നു എന്ന് നമുക്കറിയാം. 1979 ഷാ ഭരണകൂടത്തിന്റെ ഭരണം അവസാനിപ്പിച്ച് അയാത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള മതവിപ്ലവത്തിലൂടെ അവരെ പുറത്താക്കി നാടുകടത്തുന്നത് മുതൽ ആരംഭിക്കപ്പെട്ട മതവിദ്വേഷത്തിന് അല്ലെങ്കിൽ മതം ഉണ്ടാക്കുന്ന വിദ്വേഷത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറുകയാണ് ഇസ്രായേൽ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് ലോകത്തിൽ ആകപ്പാടെ യഹൂദനുള്ള ഒരു രാഷ്ട്രം ഇസ്രായേലാണ്. അനേകം മുസ്ലിങ്ങൾക്ക് തീവ്രവാദ സ്വഭാവമുള്ളതും മിതവാദ സ്വഭാവമുള്ളതുമായ അനേക രാഷ്ട്രങ്ങളുണ്ട്. അവർ ഓരോ രാഷ്ട്രങ്ങളായിട്ട് ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇറാനെ ഏതെങ്കിലും ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാതെ വണ്ണം ഒരു മതഭീകര രാഷ്ട്രം എന്ന് വേണം ഇന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇറാനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഡിഫൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു മതഭീകര രാഷ്ട്രവും ഒരു മതഭീകരന്റെ ആജ്ഞയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രവുമാണ്. അപ്പോൾ ഈ മതഭീകര രാഷ്ട്രം ഇസ്രായേലിന്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകും വിധം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണവായുധങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചുറ്റുമുള്ള ഇതര ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമല്ല, അവർക്ക് താല്പര്യമില്ല എന്ന് നമുക്കറിയാം. ഇറാൻ ഈ രീതിയിൽ വളരുന്നതിനോട് സൗദി അറേബ്യയോ സിറിയയോ അങ്ങനെ തൊട്ട് ഇറാഖ് അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് താല്പര്യമില്ലെന്ന് നമുക്കറിയാം. എന്നാൽ സമ്പത്തിന്റെയും അതോ മതഭീകരവാദത്തിന്റെയും പൈശാചിക എല്ലാവിധമായ പിന്തുണയുടെയും അടിസ്ഥാനത്തിലാണ് ഇറാൻ ഏതാണ്ട് ഷാ ഭരണകൂടത്തിന് ശേഷം അവരോധിതമായ ഇന്നത്തെ ഈ അയാത്തുള്ള ഖൊമേനിയിൽ നിന്നും ഖമനയിലേക്കുള്ള മാറ്റത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രവചനങ്ങൾ നമുക്ക് അറിയാം. പെട്ടെന്നുള്ള ഒരു പ്രോഗ്രാമിൽ ബൈബിൾ വചനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എടുത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. അടുത്തതായിട്ട് എനിക്ക് മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കാനുള്ളത്, ഈ ആനുകാലിക സംഭവങ്ങൾ ക്രിസ്തുവിന്റെ മടങ്ങിവരവും ക്രിസ്ത്യാനികളുടെ വീണ്ടെടുപ്പും രക്ഷയുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ട് കിടക്കുന്നു? ഈ യുദ്ധങ്ങൾ കേവലം ഒരു യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രത്തിന്റെ മേൽ മറ്റൊരു രാഷ്ട്രം അധിനിവേശം നടത്തുന്ന ഒരു പ്രവണത ഇങ്ങനെയായി നമുക്ക് മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ പ്രചരിപ്പിക്കുന്ന പോലെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. ഇന്ന് നമുക്കറിയാം ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധം രണ്ട് പക്ഷത്തും സത്യസന്ധമായി പറയുകയാണെങ്കിൽ കാര്യമായ ആൾ നഷ്ടവും സാമ്പത്തിക നഷ്ടവും അതുപോലെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും കാര്യമായ കേടുവരുത്തുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായ കാഷ്വാലിറ്റി അല്ലെങ്കിൽ മറ്റ് ഡാമേജുകൾ ഉണ്ടാക്കുവാൻ ഇറാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധങ്ങളെ സംബന്ധിച്ച് ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധങ്ങളെ നമുക്ക് എപ്രകാരം നമുക്ക് നിർവചിക്കാൻ കഴിയും? അതിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് പാസ്റ്റർ ജോയിയോട് ചോദിക്കാനുള്ളത്. മ്യൂട്ടാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ജോസ് ഫറീസ് മാഷ് ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നിന്റെ ചില ചലനങ്ങളാണല്ലോ ഇസ്രയേല് ഇറാൻ യുദ്ധം. ഇതിന്മേൽ പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പല പ്രോഗ്രാമിലൂടെ പല വിധത്തിലുള്ള സന്ദേശങ്ങൾ ലോകത്തിൽ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ ശരി കാണും. ബഹുഭൂരിപക്ഷവും ജോസ് ഫറീസ് മാഷ് പറഞ്ഞതുപോലെ റീച്ച് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് അത് മാറിയിരിക്കുക. സത്യം അറിയുക എന്നുള്ളതല്ല. എന്നാൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട്
നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഉടലെടുത്തത് ഇന്നും ഇന്നലെയും അല്ല. നമുക്കറിയാം അത് യാക്കോബ് തുടങ്ങി. യാക്കോബ് യാബോക് നദീതീരത്ത് വെച്ച് യാക്കോബിന് കിട്ടിയ ഒരു പേരാണ് ഇസ്രയേൽ എന്നുള്ളത്. അപ്പോൾ ഇസ്രയേൽ എന്നുള്ള പേര് യാക്കോബിന് കിട്ടുകയും യാക്കോബ് നിമിത്തമായിട്ട് യാക്കോബിന്റെ തലമുറയ്ക്ക് ഇസ്രയേൽ മക്കൾ എന്നുള്ള പേര് ലഭിച്ചു. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ, ഇപ്പോൾ ഞങ്ങള് നമ്മുടെ ഗീവറീസ് ബ്രദറുമായിട്ട് സംസാരിച്ച ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അല്ലേ ഗീവറീസ്? 10-ാം അധ്യായത്തിലാണ് ഓരോ സ്ഥലങ്ങളുടെ പേര് അവിടെ കുടിയേറി പാർത്ത വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ റോഷ് എന്ന് പറയുന്ന റോഷ് കുടിയേറി പാർത്ത സ്ഥലം, അത് റോഷാൻഡായി, അവസാനം റൂഷായി, റഷ്യയായി. ഇങ്ങനെ പല സ്ഥലങ്ങളും നോക്കുമ്പോൾ അങ്ങനെ കുടിയേറി പാർത്ത സ്ഥലങ്ങളുടെ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്നത് യാക്കോവിന്റെ പേരാണ്. യാക്കോവിന്റെ തലമുറയ്ക്ക് ദൈവം അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത ഒരു ദേശമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ആ ദേശം. കാരണം ദൈവത്തിന് വാഗ്ദത്തം ചെയ്യാൻ കഴിയുമല്ലോ. ദൈവമാണല്ലോ സകലത്തെയും സൃഷ്ടിച്ചത്. സകലത്തെയും സൃഷ്ടിച്ച ദൈവം ആർക്ക് എവിടെ കൊടുക്കണം എന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അതിന്മേൽ ആർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. അങ്ങനെ നാം പ്രാരംഭത്തിൽ കേട്ടതുപോലെ തന്നെ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധത്തിന്റെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവസാനിച്ചത് ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒടുവിൽ ഇസ്രയേലിന് ഒരു രാഷ്ട്രം ഉണ്ടാകുന്നു. ഇസ്രയേലിന് ദൈവത്തിന്റെ ശിക്ഷ എന്ന നിലയിൽ അവർക്ക് ദൈവം അവരെ ശിക്ഷിക്കും. വിഗ്രഹാരാധനയിലേക്കോ ദൈവവചനത്തിന്റെ വഴിവിട്ടോ നിങ്ങൾ പോയാൽ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് ലേവ്യ പുസ്തകത്തിൽ പല ആവർത്തി ഇസ്രയേലിനോട് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവര് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അവർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. നമുക്കറിയാം, നാം പാർക്കുന്ന കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും യഹൂദന്മാർ വന്ന് പാർത്തു. AD 70 ഒരു വലിയ നാശം അവിടെ ഇസ്രയേൽ യെരുശലേമിൽ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിനു മുൻപുണ്ടായി. ഇതിനെക്കുറിച്ച് ബൈബിൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് കർത്താവിന്റെ ദാസന്മാരിലേക്ക് സമയം കൈമാറുകയാണ്. ഞാൻ സെക്കര്യാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. പ്രവാചകം: ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഉണ്ടോ? ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. വീണ്ടും ശ്രദ്ധിക്കുക, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും, ഏതിനെ ചുമക്കുന്നവർ? യെരൂശലേമിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അപ്പോൾ ഈ ഒരു പ്രവചനം നിറവേറേണ്ടതായിട്ടുണ്ട്. യെരൂശലേമിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കും. നമുക്കറിയാം, ഇന്ന് യെരൂശലേമിന് വേണ്ടി സഹായം ചെയ്യുന്ന അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങള് ഇസ്രയേലിനോട് അനുകൂലം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ യെരൂശലേമിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കുകയും സകല ജാതികളും യെരൂശലേമിനെതിരായി വരേണ്ട ഒരു നാഴിക വരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴുള്ള ഈ നടക്കുന്ന സംഭവങ്ങള് ഇതിനെല്ലാം ഒരു സൂചന മാത്രമാണ്. അതുകൊണ്ട് പ്രവചനങ്ങളെല്ലാം ഇവിടെ നിറവേറിയിട്ടില്ല. ഇവിടെ വിശുദ്ധ ബൈബിൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീണ്ടും പഠിക്കുന്ന അവസരത്തിൽ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഞാൻ
പ്രിയ സ്നേഹിതർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഈ റോമർ 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അവൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് വെച്ച് ഈ അറിവ് നമുക്കറിയാം. നമ്മുടെ ഇസ്രയേലിനെ കുറിച്ച് നമ്മുടെ ജോസഫ് റൈസ് ഭാഷ പറഞ്ഞ പോലെ തന്നെ ജാതികളിൽപ്പെട്ട പലർക്കും അതിനോട് വളരെ എതിർപ്പ്, വലിയ ഒരു പ്രത്യേക ആവേശം, അതിനോട് എതിർപ്പ് കാണിക്കുക. നമ്മുടെ കേരളത്തിലും നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നമുക്ക് ദിനപത്രങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നു. നമ്മളൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ആര് പറഞ്ഞാലും, ഇന്ന് പിണറായി വിജയൻ ആണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ്സുകാരാണെങ്കിലും കൊള്ളാം, ആരെങ്കിലും പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദത്തിനോട് അനുകൂലപ്പെട്ട് അവർ നിൽക്കുന്നില്ല എന്ന് പറയുകയും അനുകൂലപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്ക് വോട്ടിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർക്ക് അധികാര കസേര ഇരിക്കണം, അത് മാത്രമേ ഉള്ളൂ അവരുടെ വിഷയം. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു യഹൂദനും ഇവിടെ പിണറായിക്ക് വോട്ട് ചെയ്യാനോ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാനോ ഒരു യഹൂദനും ഇവിടെ ഇല്ല. ചിലരൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ചു പേരൊക്കെ മട്ടാഞ്ചേരി പാർത്ത ചിലരൊക്കെ അവിടെ കാണുമായിരിക്കാം, ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ച് ഇവിടെ ഉണ്ടാകാം. എങ്കിലും അധികമൊന്നുമില്ല. വിരലിൽ എണ്ണാവുന്ന, ഒരു കൈയുടെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ ഒരു പക്ഷേ. അതുകൊണ്ട് ഏറ്റവും ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന ഒരു സമൂഹത്തെ ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് അവർ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ദൈവമക്കളോ അത് ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇവിടെ ജാതികളുടെ സംഖ്യ ഇവിടെ പറയുകയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണല്ലോ, റോമലേഖനം 11:25 വായിച്ച ഇങ്ങനെയാണ്: ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നുള്ള ഒരു വിഷയം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതികളുടെ ലൂക്കോസ് 21:24 വായിക്കുമ്പോൾ അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടുകയും ചെയ്യും. അപ്പോ ഇസ്രയേലിനെ ബദ്ധരാക്കി കൊണ്ടുപോകുന്നു സകല രാജ്യങ്ങളിലും. അത് സംഭവിച്ചു, നമുക്കറിയാം. ഇവിടെ ജാതികളുടെ കാലം എന്ന് പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം 21:24. അതുപോലെ തന്നെ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ ജാതികളുടെ സംഖ്യ എന്ന് പറയുന്നു. ഇത് രണ്ടും രണ്ടാ. ജാതികളുടെ സംഖ്യ തികയുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പൊ ജാതികളുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശു ക്രിസ്തു യഹോവ എന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് അവന്റെ മക്കളായി തീരുന്ന ഒരു സമൂഹത്തിന്റെ ആരംഭം ഇവിടെയുണ്ട്. അതിന്റെ ഒരു ആരംഭം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അവസാനവുമുണ്ട്. അതിന്റെ അവസാനം എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നിമിഷത്തിൽ, ആ കാഹളനാദം മുഴങ്ങുന്നതിന് തൊട്ട് മുൻപ് ആര് രക്ഷിക്കപ്പെട്ടുവോ അവരാണ് അവസാനത്തെ കണ്ണി, അവസാനത്തെ വ്യക്തി. അതാണ് ജാതികളുടെ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ജാതികളുടെ കാലം എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്, ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ യെരൂശലേം ജാതികളുടെ കയ്യിൽ കീഴ്പ്പെട്ട് ജാതികൾ ചവിട്ടിമെതിക്കപ്പെട്ട് ജാതികളാൽ ചിഹ്നിച്ചിതറിപ്പോയ ആ കാലമാണ്. അപ്പൊ ജാതികളുടെ കാലത്തിനും ഒരവസാനമുണ്ട്,
ജാതികളുടെ സംഖ്യയ്ക്കും ദൈവസഭയുടെ ആരംഭം ഉള്ളതുപോലെ തന്നെ ആദ്യത്തെ വിശ്വാസി ആരാണോ അതുപോലെ തന്നെ അവസാനത്തെ വിശ്വാസി കാണും. അതുകൊണ്ട് അതാണ് ജാതികളുടെ സംഖ്യ എന്ന് പറയുന്നത്. ജാതികളുടെ കാലം എന്ന് പറയുന്നത് യെരൂശലേമിനെ ജാതികൾ ചവിട്ടാൻ തുടങ്ങിയ അന്ന് മുതൽ. അത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ AD 606 നെബൂഖദ്നേസറിന്റെ കാലം മുതലാണ് യെരൂശലേമിനെ ചവിട്ടി മെതിച്ച് ജാതികളുടെ കയ്യിൽ, അത് നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ കാലത്ത് പോലും റോമൻ ഗവൺമെന്റ് ആണ് യെരൂശലേമിനെ ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജാതികളുടെ കാലം തികയുന്നത് വരെ യെരൂശലേമിനെ ജാതികൾ ചവിട്ടും. ജാതികളുടെ സംഖ്യ തീരുന്നത് വരെ അവന് കഠിനമായി വേദന അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാഹളനാദം മുഴങ്ങുന്ന ആ സന്ദർഭം ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുകയാണ്. പിന്നെ ഇസ്രയേലിന് മറ്റൊരു കാലമുണ്ട്, ഒരു 7 വർഷക്കാലം, ഒരു വലിയ പരിശോധനയുടെ കാലമുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രയേലിന്റെ അവസാന സമയമായില്ല, അന്ത്യസമയമായില്ല. ഇനി ഇസ്രയേൽ ജാതികൾ മുഴുവൻ ഇസ്രയേലിനെ എതിർക്കണം, ഇസ്രയേലിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കണം. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ, നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ പ്രവചിച്ച പല ബൈബിളിൽ വെളിച്ചത്തിൽ പ്രവചിച്ച പല പ്രവചനങ്ങളും അത് തെറ്റായിരുന്നു എന്ന് ചിലർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തുചാടി ഒന്നും പറയാതെ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന കാലം അന്ത്യകാലം തന്നെയാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ ആരംഭിച്ചു, അതിനുശേഷമായിട്ട് അന്ത്യകാലമാണിത്. പക്ഷേ ഏതു സമയത്തും കർത്താവിന്റെ വരവ് ഉണ്ടാകാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ആവശ്യം നമ്മൾ ദൈവസഭ ഏതെന്ന് ഗ്രഹിച്ച് സഭ ഏതാണ് ഇന്ന് കാണുന്ന, നമുക്കറിയാം ഇന്ന് പെന്തക്കോസ്തെല്ലാം അടിയും ബഹളവും ഒക്കെ നടക്കുക. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. ആൾക്കാരെടുത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്, വടി കൊടുത്ത് അടിമേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എനിക്കും നിനക്കും, അല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ രാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണം, അതിനെന്താണ് മാർഗം എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ച്ച് മുൻപോട്ട് പോവുക. കാരണം കർത്താവ് വരാറായി. അതുകൊണ്ട് ഈ യുദ്ധം കണ്ടുകൊണ്ട് പേടിച്ച് നമ്മൾ ആകപ്പാടെ വിരണ്ടിരിക്കുകയല്ല. ഈ യുദ്ധം ഇങ്ങനെ നടക്കും. യെരൂശലേമിനെതിരായി ജാതികൾ മുഴുവൻ രംഗത്ത് വരുന്ന ഒരു സമയമുണ്ടാകും. ജാതികളുടെ സംഖ്യയാകുന്ന ദൈവസഭ ഇവിടെ പൂർത്തീകരിക്കുവാനായിട്ട് സമയമായിരിക്കുന്നു. ജാതികളുടെ കാലവും ഇവിടെ തീരാറായിരിക്കുന്നു. ജാതികളുടെ കാലം തീരുന്നതിന് മുമ്പ് യെരൂശലേം പലവട്ടം യെരൂശലേം തകർക്കപ്പെടും. അല്ലെങ്കിൽ യെരൂശലേം തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരിൽ പരാജയപ്പെടുന്ന പല രംഗങ്ങളുണ്ട്. ഒടുവിൽ അവസാന യുദ്ധത്തിൽ ഇസ്രയേലിനെ രക്ഷിപ്പാൻ ആരുമില്ലാതെ ഞങ്ങളുടെ മശിഹ വന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ വന്ന് കാലുകുത്തും. അതാണ് അന്നാളിൽ അവന്റെ കാല്, യഹോവയുടെ കാല് അവിടെ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ അത് യേശു വരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ യുദ്ധങ്ങൾ കേൾക്കുമ്പോൾ ആവശ്യമില്ലാത്ത ബൈബിളിലില്ലാത്ത ഒത്തിരി പ്രവചനങ്ങൾ നടത്തി മുൻപോട്ട് പോകാതെ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് യഥാർത്ഥ സത്യസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ ഈ ലൈവിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്ന് കർത്താവിന്റെ ദാസന്മാർ ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. വളരെ വ്യക്തമാണ് പാസ്റ്റർ ഉള്ള തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ സംസ്ഥാപനം മുതൽ യാക്കോബിലൂടെ സ്ഥാപിതമായ ഇസ്രായേലും വിവിധ കാലഘട്ടങ്ങളിൽ നെബൂഖദ്നേസറിന്റെ കാലം തുടങ്ങി ചിന്നിച്ചിതറിപ്പോയ ഇസ്രായേലിന്റെ മടങ്ങിവരവും ഇന്ന് ഇസ്രായേൽ തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ലോകരാഷ്ട്രങ്ങൾക്കൊരു ഭാരമുള്ള കല്ലായിരിക്കുന്നതും ബന്ധപ്പെട്ട് തിരികെ കർത്താവും മെസ്സിയുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സവിസ്തരം വളരെ വ്യക്തമാകും വണ്ണം മനസ്സിലാക്കി തന്നതിന് നന്ദി. എൻ്റെ അടുത്ത ചോദ്യം ബ്രദർ വിൽസനോടാണ്. ചോദ്യം ഇതാണ്, നമ്മള് തുടക്കത്തിൽ ആമുഖമായി സംസാരിച്ചതുപോലെ ലോകത്തിലെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഇന്ന് ഏറ്റവും അധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ നയതന്ത്ര വിദഗ്ധന്മാര് ഓരോരോ ചാനലുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വരുമ്പോൾ ചില ആളുകൾ പറയുന്നത് ഇറാൻ ഭയങ്കര വലിയ ശക്തിയാണ്, ഇസ്രായേൽ ഇതോടുകൂടി അവസാനിക്കും, അവരുടെ ആയുധങ്ങളെല്ലാം തീർന്നു പോയിട്ട് അവർ തോറ്റു തുന്നം പാടും എന്നൊക്കെ ഒരു
ഇന്ത്യയുടെ ഒരു നയതന്ത്ര അംബാസഡറായി വിദേശ രാജ്യത്തെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു. എന്നാൽ ബൈബിൾ ഇസ്രായേലിന് ഒരു പരാജയത്തിന് നാൾ വരുന്നുണ്ട്, അത് ദൈവം കൈവിടുമ്പോഴാണ്. പക്ഷേ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയും, ഈ യുദ്ധങ്ങളൊക്കെ ദൈവത്തിന്റെ കലണ്ടർ പ്രകാരം സംഭവിക്കുന്ന യുദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എത്ര അനുസരണക്കേട് കാണിച്ചാലും ഇവിടെ എല്ലാം ജാതികളിൽ നിന്നുള്ള മണവാട്ടിയുടെ സംഖ്യ പൂർത്തിയാകുന്നത് വരെയും ഇസ്രായേലിനെ ദൈവം കൈവിടുകയില്ല എന്നാണ് ബൈബിൾ പഠിക്കുന്നവരുടെ മനസ്സിലാകുക. ഈ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പലരും പലവിധമായ വീഡിയോകൾ ചെയ്ത് പലതും ചെയ്യുന്നുണ്ടെങ്കിലും രക്ഷിക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവനും നിത്യരക്ഷയും സമാധാനവും മനുഷ്യന് ഈ യുദ്ധങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ എത്രമാത്രം ഇതിനെ ഗൗരവപൂർവ്വം ചിന്തിക്കണം, ഇതിന്റെ ഒരു സന്ദേശം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏതൊരു സന്ദേശമാണ് ഈ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊടുക്കാൻ. കാരണം പലരും ഈ യുദ്ധം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധങ്ങൾ നമുക്കൊരു സന്ദേശം വരുന്നുണ്ട്. ആ സന്ദേശം എത്രത്തോളം മനുഷ്യർക്ക് ആകാൻ എന്ത് ചെയ്യണം, എവിടെയാണ് ആ ഒരു പ്രത്യാശ ഉള്ളത് എന്നുള്ളത് ഒരു പക്ഷേ പല വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയില്ലായിരിക്കാം. അതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. ഇന്ന് പലവിധമായ ആൾക്കാർ ഇതിന് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഈ ചർച്ചകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങളിൽ കാണുന്ന നേതാക്കന്മാരും പലവിധമായ സംഘടനകളും ഇതിന്റെ കാഴ്ചപ്പാട് കാണുമ്പോൾ അവരെല്ലാവരും ഇതിനെ ഭൗതികമായ ഒരു നിലയിലാണ് കാണുന്നതെന്ന് നമുക്ക് കേട്ടാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം, ഇസ്രായേൽ എന്ന ഭൂഖണ്ഡം പോലും കർത്താവായ ദൈവം ആദ്യം അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു ജഡപ്രകാരമുള്ള സന്തതിക്കാണ് അത് കൊടുക്കുന്നതെന്ന് അവിടെ നമുക്ക് വാഗ്ദത്തത്തിൽ കാണുവാൻ സാധിക്കും. അത് നിറവേറപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചോളം ഒന്ന്, ദൈവം എന്തിനു വേണ്ടി മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:10 മുതലുള്ള വാക്യത്തിൽ മരണത്തിന്റെ ഭീതിയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയാണ് അവൻ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി തീർന്നത്. അതായത് ദൈവപുത്രന്മാർ ജഡരക്തങ്ങളോട് കൂടിയവരായത് കൊണ്ട് അവനും അതായത് പിതാവായ ദൈവം അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി ഈ ലോകത്തിൽ കടന്നു വന്നതെന്ന്. എന്തിനു വേണ്ടി? മരണത്തിന്റെ ഭീതിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി. ഇന്ന് ഈ പ്രവചനങ്ങൾ എല്ലാം കണ്ടിട്ട് എല്ലാവർക്കും അറിയേണ്ടത് കർത്താവായ യേശു ക്രിസ്തു എന്ന് വരും എന്നാണ്. ചോദ്യം അപ്പോസ്തലന്മാരും ചോദിച്ചത്, അവർ ജഡപ്രകാരമുള്ള സ്വഭാവത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവരും ചോദിച്ച ചോദ്യമാണ്, 2 പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, എന്നാണ് വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നു എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, എന്നാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്? അതിനു മുമ്പേ എന്തൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ ചെയ്തു തീർക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ഇവിടെ കാണിക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ആൾക്കാർ ഇവിടെ നോക്കുന്നുള്ളൂ. അല്ലാതെ ഈ വരുന്ന ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കുമോ, ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ നിയമ പ്രകാരം, പുതിയ നിയമത്തിന്റെ ഉടമ്പടി പ്രകാരം ഞാൻ ഒരു ഇസ്രായേൽ നിവാസി ആയിരിക്കുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ എന്നത് ഒരു ആത്മീയ കൂട്ടായ്മയുടെ പേരാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ എന്ന ദേശം ദൈവം ഒരു ചിഹ്നം പോലെ ഈ ലോകത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ പറ്റി പറയുന്നത്, ഞാൻ നിന്നെ ലോകത്തിന്റെ മധ്യേ നിർത്തിയിരിക്കുന്നു, ഞാൻ നിന്നെ ഏറ്റവും ചെറിയവനായിരിക്കുന്നു, എന്നാൽ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പരിപാലകനും ഇസ്രായേലിന്റെ രക്ഷകനും ദൈവമാണെന്നുള്ള കാര്യം ദൈവം പിന്നെയും തെളിയിക്കും എന്നുള്ള കാര്യം അത് ലോകജാതികൾ കാണുമെന്നും ഒരു നാൾ എല്ലാ മുട്ടുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ മടങ്ങുമെന്നുള്ള കാര്യം വളരെ സത്യമാണ്. അത് ഒരു ദിവസം നടക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു ആൾക്കാരോട്, നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരോട്, നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് കുറെ സമയം കളയുന്നതിനേക്കാൾ എന്തുകൊണ്ട് അപ്പോസ്തോലന്മാര്
പരിശുദ്ധാത്മാവിനെ നേടുകയും ആ പരിശുദ്ധാത്മാവിന്റെ നടപ്പിൽ നടക്കുകയും എങ്ങനെ ആ പരിശുദ്ധാത്മാവ് നേടുക? ആദ്യം മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്നാനമേൽപ്പീൻ, പാപമോചനത്തിനായിട്ടുള്ള സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് കർത്താവായ ദൈവത്തെ അറിയുവാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും യേശുവല്ല യഹോവ, യഹോവയല്ല യേശു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് മൊത്തം പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂന്നും ആ ദൈവമല്ലാതെ വേറെ ഒരു രക്ഷിതാവില്ലെന്നും ആ രക്ഷിതാവ് ജഡത്തിന്റെ മാത്രം രക്ഷിതാവല്ല, അവൻ ആത്മാവിന്റെ രക്ഷിതാവാണെന്നും വളരെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്നു. രണ്ടാമത്, ജഡപ്രകാരമല്ല ഇനി സന്തതികളെ തിരഞ്ഞെടുക്കുന്നത്, ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ആത്മാവ് നേടിയാൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നേടിയാൽ മാത്രമേ വാഗ്ദത്ത പ്രകാരം പുതിയ ഇസ്രായേൽ ആയി മാറും. അങ്ങനെയുള്ളവരാണ് പുതിയ യെരുശലേമായ, അതായത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിൽ പങ്കാളിയായിത്തീരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഈ ഡേറ്റ് അറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തൊക്കെ ഇന്ന് ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കണമെന്നോ ഇതൊക്കെ എല്ലാം ആലോചിച്ചുകൊണ്ട് അതിനു മുമ്പേ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കാതെ നമ്മളെ സംബന്ധിച്ചോളം എങ്ങനെ നമുക്ക് രക്ഷിക്കപ്പെടാം, എങ്ങനെ കർത്താവായ യേശുവിനോട് നമുക്ക് ഒന്നായി ചേരാം, എങ്ങനെ അവന്റെ മണവാട്ടിയായിട്ട് ഈ ലോകത്തിൽ ഇനിയുള്ള നാളുകൾ വസിക്കാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ പ്രവചനങ്ങളുടെ വീഡിയോയും കണ്ടിട്ടിരുന്നിട്ട് ഈ പല പാസ്റ്റർമാര്, അവർക്ക് ബേസിക് രക്ഷ അറിയാത്ത പാസ്റ്റർമാര് അവരെ കേട്ടുകൊണ്ടിരുന്നിട്ടും ഈ പ്രവചനങ്ങളെ കേട്ടുകൊണ്ടിരുന്നിട്ടും ഒന്നും നേടാനില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ അറിയിപ്പിക്കാനുള്ളത്. ഇനിയും ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം, ചിലപ്പോൾ അത് സമയം കുറവായിരിക്കാം. ഇതൊക്കെ എല്ലാം പറയുന്നത് അവന്റെ വരുന്ന നാള് ഒരു കള്ളൻ എങ്ങനെ കയറി വരുന്നു. ഒരു കള്ളൻ കയറി വരുമ്പോൾ ഒരിക്കലും നമുക്ക് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്നും പ്രിപ്പയർഡ് ആയിരിക്കാൻ പറ്റും. അതാണ് നമ്മളെ വചനം ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇന്നോ നാളെയോ എന്നല്ല, ഇപ്പോൾ ഇതാകുന്നു നമ്മുടെ രക്ഷയുടെ ദിവസം, ഇതാകുന്നു ആ സമയം എന്ന് വിചാരിച്ചുകൊണ്ട് ആ രക്ഷയുടെ പദ്ധതിയിൽ ഭാഗമായി തീരുക. കർത്താവ് തന്നെ ദൈവവും ദൈവം തന്നെ കർത്താവും എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഏകൻ എന്നുള്ള ആ ആദ്യ പ്രമാണത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സ്നാനമേറ്റ് രക്ഷയുടെ പദ്ധതിയിൽ ഭാഗമായി തീരുക, ഇസ്രായേലിന്റെ ഭാഗമായി തീരുക, ആത്മീയ ഇസ്രായേലിന്റെ ഭാഗമായി തീരുക. അപ്പോൾ ജഡം നശിച്ചു പോയാലും കുഴപ്പമില്ല, നമുക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഈ ലോകത്തിൽ ഏത് രാഷ്ട്രങ്ങളിൽ നമ്മൾ നേരെ വന്നാലും നമുക്ക് അവർക്ക് ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നിത്യ ആലയത്തിന്റെ ഭാഗമായി തീരുന്നു. നമ്മൾ ആ ആലയം ഇനി ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഒരു പ്രാവശ്യം നശിക്കപ്പെട്ടു, അത് ഉയർത്തെഴുന്നേറ്റ ആലയമാണ്, എന്നേക്കുമുള്ള ആലയമാണ്. ആ ആലയത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ നല്ല ഒരു സന്ദേശമായിരുന്നു. ആനുകാലിക സംഭവങ്ങളുടെ ആത്മീയ തലത്തിലേക്ക് ഏതാണ് യഥാർത്ഥ ഇസ്രായേൽ, എന്താണ് ദൈവം ഈ ലിറ്ററൽ ആയിട്ടുള്ള ഇസ്രായേലുമായിട്ട് ചെയ്ത കാര്യങ്ങളെ ദൈവത്തിന്റെ മക്കളായ മനുഷ്യർ ആത്മീയമായി വിവേചിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായ മറുപടി നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഗീവറീസ് ബ്രദറിനോട് ചോദിക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്താണല്ലോ സഹോദരൻ ഇപ്പോൾ ജോലിയിലായിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ആളുകൾ വളരെ പാനിക്കായിരിക്കും. ഈ യുദ്ധങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇറാഖിൽ ഉണ്ടായിട്ടുണ്ടോ? രണ്ട്, നമ്മുടെ വിൽസൺ ബ്രദർ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് രണ്ട് തരം ആളുകളെ കാണാൻ സാധിക്കും. ഒന്ന്, അതിനകത്ത് ഫ്ലഷ്ലി ആയിട്ട് അല്ലെങ്കിൽ ജഡം സംബന്ധിച്ചുള്ള ഒരു ഇസ്രായേലിനെയും ആത്മാവ് സംബന്ധിച്ചുള്ള ഒരു ഇസ്രായേലിനെയും കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വിൽസൺ സ്പഷ്ടമാക്കി തന്നു. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ മീതെയുള്ള യെരുസലേം എന്ന് പറയുന്നുണ്ട്.
അപ്പൊ യെറുസലേം എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, യെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം വസിക്കുന്ന, അല്ലെ ദൈവം രാജാവായി ഭരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കർത്താവ് യെരുസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോ ഈ രണ്ട് ആസ്പെക്റ്റുകളും വെച്ചുകൊണ്ട് ഒരു ഭൗതികമായ ഇസ്രായേൽ നിലവിലുണ്ട്. ആ ഇസ്രായേൽ എങ്ങനെ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവോ, അവര് ലിറ്ററൽ ആയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് തന്നെ ഇന്ന് സമാന്തരമായി മനുഷ്യരുടെ കണ്ണ് കാണാൻ കഴിയാത്ത ഒരു ആത്മീയ ഇസ്രായേലും വലിയ പോരാട്ടങ്ങളുടെ നടുവിൽ നടക്കുന്നുണ്ട്. ഈ ആത്മീയ ഇസ്രായേലിന്റെ എടുത്തുകൊള്ളപ്പെടലും പിന്നെ ഭൗതിക ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും എല്ലാം തൊട്ടടുത്ത സംഭവങ്ങളായിട്ടാണ് ബൈബിൾ നമ്മൾ കാണുന്നത്. തൊട്ടുപിറകെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും ഉണ്ടാകും. അപ്പം ഈ യുദ്ധങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ യുദ്ധങ്ങൾ എത്രമാത്രം നീണ്ടുപോകും, ഒരുപക്ഷെ കാലത്തിന്റെ അടയാളങ്ങൾ വെച്ച് ഭേദിക്കുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ എത്ര വേഗത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പാലലിലുള്ള ഈ അവസരം തന്ന എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. എന്നോട് ചോദിച്ചത്, ഞാൻ ഇറാന്റെ അടുത്ത് ഇറാഖിൽ താമസിക്കുന്ന ആളാണ്, എനിക്ക് യുദ്ധവുമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ എനിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ജോസൂലീസ് പാസ്റ്റർ ചോദിച്ച ചോദ്യം. ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തേത് ആത്മീയമായ ഇസ്രായേലിനെ കുറിച്ച്, ജഡപരമായ ഇസ്രായേലിനെ കുറിച്ചും ചോദിച്ചു. അപ്പോ ഓരോന്നും ഘട്ടം ഘട്ടമായി, യുദ്ധത്തെ കുറിച്ചും ചോദിച്ചു. ഞാൻ ഘട്ടം ഘട്ടമായി മറുപടി തരാം. അപ്പോ ഇറാന്റെ അടുക്കൽ ഇറാഖ് കിടക്കുന്നു എന്ന് ജോസൂലീസ് പാസ്റ്റർ പറഞ്ഞു. എങ്കിലും ഇറാഖിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 2 ദിവസം മുമ്പ്, 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇറാഖ് സപ്പോർട്ട് ചെയ്തതായിട്ട് ഒരു മാധ്യമങ്ങളിൽ ഒരു ന്യൂസ് വരാനിടയായി. പക്ഷേ അവരെല്ലാം സഹോദരങ്ങളാണ്, മുസ്ലിം രാഷ്ട്രമാണ്, സഹോദരങ്ങളാണ്, അവർ സഹായിക്കാതിരിക്കുകയില്ല, സപ്പോർട്ട് ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകളുടെയും ഇപ്പോ കണ്ണുകളിൽ എന്താണ്, അയാൾ ഒരു ശത്രുവാണ്, അല്ലെങ്കിൽ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ശത്രുവാണ്. കാരണം ഇസ്രായേല് വെറുതെ ആളുകളെ ഉപദ്രവിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ പലസ്തീനെ നോക്കുമ്പോൾ പലസ്തീനെ ഉപദ്രവിക്കുന്നു. പലസ്തീനായിരുന്നു അവിടെ കുടിയേറുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിച്ചിട്ടാണ് ഇസ്രായേൽ അവിടെ കയറിയെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകളുടെ ഇടയിൽ വലിയ വിഷയങ്ങൾ ഒക്കെ ഉണ്ടായ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന ഇറാഖിലാണെങ്കിൽ തന്നെയും എന്ന് വേണമെങ്കിൽ യുദ്ധം സംഭവിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല, ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാം ദൈവവചനം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പായ കാര്യം തന്നെയാണ്. അതാർക്കും മാറ്റാൻ പറ്റുകയില്ല, ഇവിടെ മാറ്റാൻ കഴിയുകയില്ല. കാരണം ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരാണ് ചോദിച്ച, കർത്താവിന്റെ വരവിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പം യുദ്ധങ്ങൾ കേൾക്കാം, യുദ്ധശ്രുതികൾ ഉണ്ടാകാം എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ട് അത് നടക്കാതെ വരികയില്ല. കാരണം അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു കള്ളനാണെന്ന് പറയപ്പെടും. അതുകൊണ്ട് തന്നെയുമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സഖറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവന് സകല രാജ്യങ്ങൾക്കും എന്താ പറയുക, ഒരു ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭാരമേറിയ കല്ല് ഇപ്പോൾ ഭാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ജോയ് പാസ് സംസാരിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരെയും തള്ളി പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇസ്രായേലിന്റെ മധ്യത്തിൽ യഹോവയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോ യഹോവയായ ദൈവം തീ മതിലായി നിൽക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവസാനം വരെയും പോരാടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അവരെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല ഇസ്രായേലിനെ നയിക്കുന്ന നമ്മുടെ ദൈവം എന്ന് പറയുന്ന ദൈവം. ഒരിക്കലും അവരെ തള്ളിക്കളയത്തില്ല. കാരണം അബ്രഹാം ദൈവത്തിന് വേണ്ടി നിന്നു, അബ്രഹാം ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവം പറഞ്ഞത് കേട്ടു. അവൻ ഊർ എന്ന ദേശത്തു നിന്നും ഇസ്രായേൽ എന്ന സ്ഥലത്തേക്ക് വരുമ്പോ അന്ന് ആ പറഞ്ഞ രാജ്യത്തേക്ക് പോകുവാൻ അവൻ ഒരു വാക്കേ കേട്ടുള്ളൂ. ആ വാക്ക് കേട്ട് അവൻ അനുസരിച്ചതിന്റെ ഫലമായി അവന്റെ തലമുറകൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവർ അരുമനാഥനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അരുമനാഥനെ തിരിച്ചറിയാതെ വന്നപ്പോൾ അവർ ക്രൂശിൽ
തറച്ച് അവനെ കൊന്നുകളഞ്ഞു. അതിന്റെ ശിക്ഷ അവർക്ക് ലോകമെങ്ങും ചിതറിപ്പോകേണ്ട ഒരവസ്ഥ അവർക്ക് വന്നു. എങ്കിലും അവരെന്ത് ചെയ്തു? ദൈവത്തിന് മുമ്പിൽ അനുതാപമുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് ഇന്നും അറിയില്ല. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് എന്നുള്ള സത്യം അവർക്ക് ഇന്നും അറിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതറിയുന്നവരെയും അവരെന്താണ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം അവര് യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമായി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് കൊണ്ട് അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോകേണ്ടതായിട്ട് വന്നു. അല്ലെ, നമ്മുടെ നാടുകളിലൊക്കെ വന്നു, എറണാകുളത്ത് മട്ടാഞ്ചേരിയിലൊക്കെ അവർ വന്നു. എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം എന്താണ്? അരുമനാഥനെ ക്രൂശിച്ചത് കൊണ്ടാണ്. അരുമനാഥനെ ക്രൂശിച്ചത് കൊണ്ട് അവർക്ക് കിട്ടിയ ശിക്ഷ. പക്ഷെ എങ്കിലും യേശു കർത്താവ് പറയുന്നുണ്ട്. നമ്മള് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 24-ാം അധ്യായത്തില് അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കാനായിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്. ആ അത്തിയെ നമ്മൾ നോക്കുമ്പോൾ അത് ഇസ്രായേലിനെ തന്നെയാണ്, അതിന്റെ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ചിതറിപ്പോയ ഇസ്രായേലിനെ പലതരത്തിൽ അടിമകളാക്കുകയും ഉപദ്രവിക്കുകയും ഉപദ്രവങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ഹിറ്റ്ലർ പോലെയുള്ള സ്വേച്ഛാധിപതികൾ എന്ത് ചെയ്തു? അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അവർക്കൊരു രാജ്യം വേണമെന്നുള്ള കാര്യം അവർ പലപ്പോഴും ആഗ്രഹിക്കും. അവർക്ക് സ്വന്തമായ ഒരു രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കിടന്നപ്പോഴും അവർ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഫലമായിട്ട് അവർ 1948 ഈ UN-യുടെ സഹായത്താൽ അവർ 48 അവർ വീണ്ടും ഇസ്രായേലിലേക്ക് കുടിയേറപ്പെടുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമുക്ക് താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും യുദ്ധങ്ങൾ വളരെ മുറയ്ക്ക് നടക്കുന്നു. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ വളർച്ചയിൽ പല രാജ്യങ്ങൾക്ക് അസൂയ ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയില്ല. കാരണം അവർ അമേരിക്കയിലായിരുന്നപ്പോൾ തന്നെ എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ അവർ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലെ? ജൂതന്റെ തലയെന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ, ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അവർ കണ്ടുപിടുത്തങ്ങളുടെ അങ്ങേ അറ്റം വരെ എത്തുന്ന ആൾക്കാരാണ്. ഇത്രയും ബുദ്ധിയും കഴിവുള്ള മനുഷ്യരാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വലിയ കഴിവാണ് അവർക്ക്. നിർമ്മാണങ്ങൾ, നിർമ്മിതികൾ, എല്ലാ സാധനങ്ങളും നിർമ്മിക്കുവാനുള്ള കഴിവ്. അമേരിക്ക ഒരു കാലത്ത് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് ഈ യഹൂദന്മാരെ കൊണ്ടാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ആ യൂതന്മാരെ സഹായിക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിലും അമേരിക്കും അതിന്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോ അതിനെ തൊടുന്നവർക്കൊക്കെ അതിന്റെ കഷ്ടം അനുഭവപ്പെടും എന്ന് പറയുന്ന പോലെ അമേരിക്കക്ക് അതിന്റെ ദോഷം വരുന്നുണ്ട്. എങ്കിലും അമേരിക്ക ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം പുതിയ പ്രസിഡന്റ് ട്രംപ് സഹായിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നു ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ദൈവം അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവുമായി വളരെയധികം ബന്ധം ഇസ്രായേലിന്റെ വളർച്ചയ്ക്കുണ്ട്. കാരണം അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇസ്രായേലിനെ നോക്കിയാണ്. കാരണം ഇസ്രായേൽ ഒരു കാലത്ത് കുത്തി തുളച്ചവനിലേക്ക് നോക്കും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അത് യേശു കർത്താവിനെ അവർ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു കാലം വരും. ആന്റി ക്രൈസ്റ്റ് അവരുടെ ദേവാലയത്തിൽ പ്രതിമ സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ മശിഹായെ വരണമെന്ന് അവർ പറയുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഈ ഇസ്രായേൽ ജനതയുടെ വളർച്ചയും യുദ്ധവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മളിപ്പോ അപ്പോസ്തലന്മാരുടെ കാലത്ത് കർത്താവ് വേഗം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്രയും നാളുമായിട്ട് വന്നില്ല. അതൊക്കെയാണ് ആളുകളെ സംബന്ധിച്ച്. പക്ഷെ ഈ ഭീതിയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഭീതി ഉണ്ടാവുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യ ആളുകളുടെ. അതായത് 100-ൽ 85% വരുന്ന ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു 1% പോലും ആൾക്കാര്, എനിക്ക് തോന്നുന്നില്ല 99% പോലും ആൾക്കാര് ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം
കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ എങ്ങനെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഈ പ്രതികൂലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും? അതുകൊണ്ട് സഭയെ ചേർക്കാൻ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൽ അംഗമാണോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി കർത്താവിന് വേണ്ടി നമ്മുടെ വില കൊടുത്തിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? സ്നാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. അവന്റെ വരവ് കള്ളനെ പോലെയാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊള്ളുവാനുള്ളതാണ് ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മളെ കാണിക്കുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് സമയം ഒരുപാടായി എന്ന് ചിന്തിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഉത്തരമായി എന്ന് കരുതുന്നു. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായാണ് ഉത്തരങ്ങൾ. ഇസ്രായേലുമായി ഇസ്രായേൽ മേഖലയിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ മിക്കതും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ജോസ് പാസ്റ്റർ പറഞ്ഞതുമാതിരി ഈ കേരളത്തിലെ നേതാക്കൾ എന്തുകൊണ്ട് ഈ ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയെന്നുള്ളത് കാര്യം നമ്മൾ നോക്കുമ്പോൾ പ്യൂർലി മുസ്ലിം പ്രീണനം തന്നെയാണ് അവിടെ. അവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി നോക്കി അവരുടെ വോട്ടും ആഗ്രഹിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ വേറെ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം ഇതിനകത്തുള്ളത്, ഈ ക്രിസ്ത്യാനികളിൽ ബഹുസംഖ്യരും ഇവിടെ എപ്പിസ്കോപ്പൽ സഭകളിലുള്ളവരാണ്. നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ കൂടിയാൽ നമ്മൾ കാണുന്നു അവർ ഇസ്രായേൽ എന്നുള്ള വാക്കുപോലും അവരുടെ പലവിധമായ പ്രസംഗങ്ങളിലും ഒന്നും പോലും ഉപയോഗിക്കാറില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് പാലസ്തീൻ. എന്തുകൊണ്ടെന്നാൽ അവർ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായവരാണ്. അപ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, ഇസ്രായേലിനെ ഇവിടെ എന്ത് പറഞ്ഞാലും ക്രിസ്ത്യാനികളുടെ വോട്ട് അവർക്ക് കിട്ടിക്കോളും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് അവരെ കൊണ്ട് ഈ ഇസ്രായേൽ തെറ്റാണെന്നൊക്കെ പറയിപ്പിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല അവര് ശരിക്കും ഏത് വിഭാഗത്തിലായിരുന്നവരായിരുന്നു, അവർ ഇസ്രായേലിന്റെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ള ഒരു അഷുറൻസ് അവർക്കില്ല. ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നിയത്. ഇസ്രായേൽ അല്ലയോ നിങ്ങൾ ഒരിക്കലും വാഗ്ദത്തത്തിൽ ഉള്ളവരല്ല, നിങ്ങൾ വാഗ്ദത്ത പ്രകാരമുള്ള സഭയിലുള്ളവരല്ല, നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം പാലസ്തീന്റെ പക്ഷക്കാരാണ്. അവർ പാലസ്തീൻ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഇസ്രായേൽ എന്ന ദേശത്തോടല്ല അവർക്ക് കൂറ്. എപ്പോഴും അവർക്ക് ഇസ്രായേലിനെതിരായി നിൽക്കുന്ന ശത്രുക്കളോടാണ് അവരുടെ കൂറ്. അതുകൊണ്ടാണ് ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം മുസ്ലിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡിസ്പ്ലീസ് ആകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഭാഷ ഇസ്രായേലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ബൈബിള് പറയുന്നു ഇസ്രായേലിന്റെ എതിരായിട്ട് കണ്ണ് പൊക്കുന്നവന്റെ കണ്ണ് അത് നശിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇസ്രായേൽ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്, അത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഇസ്രായേലിന്റെ എതിരായിട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ ഇസ്രായേലിലുള്ളവരല്ല എന്നുള്ള കാര്യം തീരുമാനിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരോടൊക്കെ ചോദിക്കുക, എന്തുകൊണ്ട് ഈ പാലസ്തീൻ എന്ന് വിളിക്കുകയും ഇസ്രായേലിനെതിരായി വാക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് സഭാ നേതാക്കന്മാരാരും അതിൻ്റെ എതിരായിട്ട് പറയാതിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ കാണുമ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ എന്ത് കൂറാണ് അവരുടെ മതത്തിലുള്ള ആൾക്കാരോട് എന്ത് കൂറാണ് അവർക്ക് അത്രയും കൂറുണ്ടോണ്ടല്ലയോ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിനോട് കൂറ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടതുപോലെ ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണ് അവർ ഇസ്രായേൽ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചു. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. കാരണം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പള്ളിയിലൊക്കെ പോയിരുന്ന കാലത്ത് പാലസ്തീന എന്ന് മാത്രമാണ് അവരും പറയുമായിരുന്നുള്ളൂ. അച്ഛന്മാർ പറയുമ്പോൾ അങ്ങനെയാണ്. അവർ എന്തുകൊണ്ടോ ഇസ്രായേൽ എന്നുള്ള നാമം എടുക്കാറില്ല, ദൈവത്തിന്റെ ജനമായിരിക്കെ തന്നെ എടുക്കാറില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, നമുക്കറിയാം കേരളത്തിലെ ആണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി വളർന്ന്
ഇപ്പൊ കേരളത്തിൽ മാത്രം ഒതുങ്ങി ചെറുതായി വരിക്കുക. അപ്പം ഇനി ഒരു ഇലക്ഷനോടുകൂടി ഈ പ്രസ്ഥാനം എവിടെ പോകും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവര് ജീവശ്വാസത്തിന് വേണ്ടി അവരുടെ വെമ്പൽ കൊള്ളുകയാണ്. കാരണം പ്രബലമായ വോട്ട് ബാങ്ക് മുറുകെ പിടിക്കണമെങ്കിൽ അവർക്ക് അവരെ ഒരുമാതിരി പ്രീണിപ്പിക്കാതെ പറ്റുകയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു ആംഗിളിലാണ്. ഈ രണ്ട് കൂട്ടർക്കും സമാനമായ ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാല് ഈ മാർക്സിസം അല്ലെങ്കിൽ ലെനിനിസം എന്ന് പറയുന്നത് കേവലം പേപ്പറിൽ മാത്രമായി. ക്യാപിറ്റലിസ്റ്റ് ഗുണ്ടകളുടെ ഒരു വലിയ സങ്കേതമായിട്ട് കമ്മ്യൂണിസ്റ്റും ഇത് മാറിയിട്ടുണ്ട്. അപ്പം വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കുള്ളൊരു പൈശാചികന്റെ സ്പിരിറ്റിലാണ് അവര് നിൽക്കുന്നത്. കാരണം ഇന്നത്തെ എല്ലാവിധ മയക്കുമരുന്നാകട്ടെ, മദ്യശാലകളാകട്ടെ, ഈ മൊത്ത സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള കച്ചവടക്കാരിപ്പോ അവര് തന്നെയാണ്. അതുപോലെ തന്നെ മറുവശത്ത് ഇവര് പിന്താങ്ങുന്ന ഈ മതം അവരുടെ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ക്രിസ്ത്യാനിറ്റി ഒരു വിശുദ്ധിയുടെ മാർഗത്തെയാണ് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നതെങ്കിൽ എത്ര അശുദ്ധി ചെയ്ത് എത്ര പേരെ കൊന്നാൽ സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഇവരുടെ പ്രത്യയശാസ്ത്രവും തമ്മിൽ വളരെ ചേർന്ന് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വളരാൻ വളവിട്ട് കൊടുക്കുന്നത് മറ്റാരുമല്ല, പിശാച് തന്നെയാണ്. അപ്പൊ ഒരു പൈശാചികന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഇവർക്കുള്ളിടത്തോളം കാലം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ബുദ്ധിപൂർണമായി ഇസ്രായേലിനെ പരിശോധിക്കുന്നവര് പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഇന്ന് വരെയും ഒരു യുദ്ധം അങ്ങോട്ട് കയറി നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ അവര് തന്നെ പറയുന്നത്, ഞങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ, ഞങ്ങൾ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കത്തില്ല. 24 മണിക്കൂറും 24x7 അലേർട്ട് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ആ ദേശത്ത് നിന്ന് ഈ ഭൂമിയിൽ നിന്ന് അവരെ പറിച്ചു കളയണമെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. അവരുടെ ചെറുത്തുനിൽപ്പായിട്ടല്ല വ്യാഖ്യാനിക്കുന്നത്, ഒരു കടന്നാക്രമകൻ ആക്രമിക്കുന്നവൻ എന്നുള്ള രീതിയിലാണ് അവരെ പ്രസന്റ് ചെയ്യുന്നത്. അവരെ പ്രസന്റ് ചെയ്യുന്നവർക്കെല്ലാം വ്യക്തിപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്. അതുകൂടി ജനങ്ങളൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് പഞ്ച് ഇടയാക്കും. ബ്രദർ വിൽസൺ പറഞ്ഞതിനോട് തുടർച്ചയായിട്ട് ഞാൻ പറയുമ്പോൾ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കട്ടെ, ഈ വിഷയം കൂടി ചിന്തിക്കട്ടെ. ഇസ്രായേലുമായിട്ട് ദൈവത്തിന്റെ ഉടമ്പടി എന്താണ്? ആരാണ് ഇസ്രായേൽ? ഒരു ഭൗതിക ഇസ്രായേൽ ഉണ്ട്, ഒരു ആത്മീയ ഇസ്രായേൽ ഉണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നിങ്ങൾ ഈ ആത്മീയ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറിവുള്ളവരാണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.